ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ചൈന ഇന്ത്യയോട് പേടി കൊണ്ടാണോ അല്ലെങ്കിൽ സങ്കടം കൊണ്ടാണോ എന്നറിയില്ല കരഞ്ഞ് അപേക്ഷിച്ചു. എന്നിട്ടും ഇന്ത്യ കേൾക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര കെഞ്ചി കേട്ടിട്ടും ഇന്ത്യ ആ കാര്യങ്ങളൊന്നും കേൾക്കാത്തത്? അപ്പോൾ ഇതിന് എതിരായി നിൽക്കുന്ന ആരാന്ന് അവർ അന്വേഷിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, അതായത് ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്ററായ ഡോക്ടർ ജയശങ്കറാണ് ഇതിന് പ്രധാന എതിരാളി. അതായത് ചൈനയ്ക്ക് ഇപ്പോൾ എതിരായി നിൽക്കുന്ന പ്രധാന ശത്രു ഈ ജയശങ്കർ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവര് എന്നാൽ ജയശങ്കറിന് ഒരു പണി കൊടുക്കാം, അതിലൂടെ ഇന്ത്യക്കും ഒരു പണി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒഫീഷ്യൽ മീഡിയയായ ഗ്ലോബൽ ടൈംസിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നു. ഈ ഒരു ആർട്ടിക്കിൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതായത് ഇന്ത്യയിലുള്ള ആൾക്കാർക്കെല്ലാം വളരെയധികം സന്തോഷം തോന്നി. അതുപോലെ തന്നെ ലോകത്തുള്ള പല രാജ്യങ്ങളും അതായത് ഇത്രമാത്രം പരിതാപകരമായ ഒരു അവസ്ഥയിലോട്ട് ചൈന എത്തിയോ എന്നുള്ള ഒരു ചോദ്യത്തിലോട്ട് എത്തുന്ന വിധത്തിലായിരുന്നു ആ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ വായിച്ച എല്ലാവർക്കും അതായത് അവർ എത്രമാത്രം സങ്കടത്തിലാണ് അല്ലെങ്കിൽ പേടിയിലാണ് ഉള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ജയശങ്കറിനോട് അവർക്ക് എത്രമാത്രം ശത്രുത ഉണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയും എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ചൈനയ്ക്ക് ഒരു നാണക്കേടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവരത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആ ആർട്ടിക്കിൾ എന്തായിരുന്നോ, എന്താണ് ചൈനയ്ക്ക് ഇപ്പോൾ ഇന്ത്യനോടുള്ള പ്രശ്നം, അതുപോലെ തന്നെ ഇന്ത്യ എങ്ങനെയാണ് ഇപ്പോൾ ചൈനയെ ഡോമിനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മലയാളം മീഡിയസിലൊന്നും തന്നെ അധികം റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ഡെയിലി ചാനൽ കയറി നോക്കുക. അത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനൊന്ന് നമ്മൾ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒന്നും തന്നെ യൂട്യൂബ് കൂടുതലും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാം സംഭവിച്ചിട്ട് ഒരാഴ്ച ആയെങ്കിലും മറ്റ് ഇമ്പോർട്ടന്റ് ആയ പല വീഡിയോസുകളും അപ്ലോഡ് ചെയ്യേണ്ടതാണോ. അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യക്കെതിരെയും ഇന്ത്യൻ ആർമിക്കെതിരെയും സംസാരിച്ച വീഡിയോ എല്ലാം തന്നെ അതെല്ലാം തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കാണാത്തവർക്ക് താഴെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത്. ഇപ്പൊ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അതായത് ചൈനയുടെ ഒഫീഷ്യൽ മീഡിയ എന്ന് പറയുന്നതാണ് ഈ ഗ്ലോബൽ ടൈംസ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ CPM സംസാരിക്കണമെങ്കിൽ കൈരളിയിൽ കൂടിയായിരിക്കും അവരുടെ ഇൻഫർമേഷൻ പാസ് ആവുക. അതുപോലെ തന്നെ ഓരോ പാർട്ടിക്കും ഓരോ ഗവൺമെന്റിനും ഓരോ മീഡിയസുകൾ ഉണ്ടാവും. ഇപ്പോൾ RSS ആണെങ്കിൽ ആ ഒരു സംഘടനയ്ക്ക് ഓർഗനൈസർ, അങ്ങനെ പോലെ മുസ്ലിം ലീഗിനാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മീഡിയ, ഇങ്ങനെയുള്ള പല ചാനലുകളും ഉണ്ടാവും. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ഒഫീഷ്യൽ മീഡിയ ആണ് ചൈനയിലെ ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്നത്. അതായത് അവരുടെ അപ്ഡേറ്റ്സുകളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലോകത്തിനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഗ്ലോബൽ ടൈംസിലൂടെയാണ് അവർ അറിയിക്കാറ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലോബൽ ടൈംസിലാണ് കഴിഞ്ഞ ആഴ്ച ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കിളിന്റെ ഹെഡിങ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും. അതായത് ഇന്ത്യൻ ഡിപ്ലോമസി ഹാസ് എസ് ജയശങ്കർ പ്രോബ്ലം എന്ന്. അതായത് ഇന്ത്യൻ ഡിപ്ലോമസിയിൽ എസ് ജയശങ്കർ പ്രോബ്ലമാണ്. അതായത് ഇന്ത്യയും ചൈനയുമായിട്ട് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ചൈനയുമായിട്ടുള്ള റിലേഷന് പ്രധാന പ്രശ്നമായി നിൽക്കുന്ന എസ് ജയശങ്കറാണ്. അത് തന്നെയാണ് ഇവിടെ പ്രോബ്ലം എന്നാണ് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അവർ എക്സാമ്പിൾ ആയിട്ട് 2 കാര്യങ്ങളാണ് ജയശങ്കറിനെതിരെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യക്കെതിരെയും ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്ററായ ഡോക്ടർ ജയശങ്കറിനെതിരെ 2 കാര്യത്തിലാണ് അവർ പ്രധാനമായും പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രധാന കാര്യം, ഇവർക്ക് ഡോക്ടർ ജയശങ്കറിനോട് ദേഷ്യം വരാനുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് എവിടെയെല്ലാം പോവുകയാണെങ്കിലും അവിടെ ജയശങ്കർ അതായത് ഇന്ത്യ ചൈന റിലേഷൻ ചോദിക്കുകയാണെങ്കിൽ അവിടെയും അതായത് ചൈനയ്ക്ക് എതിരായിട്ട് ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയും. അതായത് 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന പോലെയല്ല. അതായത് ഇപ്പോൾ ഡോക്ടർ ജയശങ്കർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ അതായത് റിസർച്ച് ചെയ്താൽ മതി. അതായത് ഞാൻ പോലും ഇന്റർനാഷണൽ അഫയേഴ്സും അതുപോലെ തന്നെ ഈ കറണ്ട് അഫയേഴ്സിലെല്ലാം തന്നെ കൂടുതലും ഇൻട്രസ്റ്റ് വരാനുള്ള പ്രധാന കാര്യവും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്സിലെല്ലാം കൂടുതലായും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇതേ ആളുകാരനാണ്. അതായത് ഡോക്ടർ എസ് ജയശങ്കർ. അതായത് പണ്ടെല്ലാം തന്നെ ഇന്ത്യക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതായത് 3 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വെറുതെ വന്ന് അതിന് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് പോകുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ലോകത്തുള്ള പല അതായത് സൂപ്പർ പവറായ അമേരിക്ക, ചൈന, റഷ്യ ഇങ്ങനെയുള്ള ഏത് രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ ഒന്ന് സംസാരിക്കാൻ പോലും പേടിക്കും. കാരണം ഇപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് കർമ്മ പോലെ തന്നെ തിരിച്ചടിക്കുന്ന പോലെയാണ്. അതായത് ഒരു അക്ഷരം മിണ്ടി കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ അപ്പോൾ തന്നെ അതായത് ഇന്ത്യൻ എക്സ്റ്റേണൽ മിനിസ്റ്റർ ജയശങ്കർ കൃത്യമായിട്ടുള്ള അതിനുള്ള മറുപടി കൊടുത്തിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം അതായത് ഇപ്പോൾ യങ്സ്റ്റേഴ്സിനെല്ലാം തന്നെ കൂടുതലും ഇഷ്ടപ്പെട്ട ഒരു മിനിസ്റ്ററും കൂടിയാണ് ഡോക്ടർ എസ് ജയശങ്കർ. കാരണം ഇത് തന്നെ സ്വാഗ് റിപ്ലൈ കാരണമാണ്. അതായത് ഡോക്ടർ ജയശങ്കർ ഒരു കാര്യം ചൈനയെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യ ഹാസ് പ്രോബ്ലം വിത്ത് ചൈന, എ സ്പെസിഫിക് ചൈന പ്രോബ്ലം ദാറ്റ് ഓവർ ആൻഡ് എബോവ് ദ ജനറൽ പ്രോബ്ലം ദാറ്റ് വേൾഡ് ഹാസ് വിത്ത് ചൈന. അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും ഒരു പ്രോബ്ലം ഉണ്ട്, ചൈനയുടെ പ്രോബ്ലമാണ്. അതായത് ലോകത്തുള്ള മറ്റു പല രാജ്യങ്ങൾക്കുള്ള പോലെ തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കുമായിട്ട് പല പ്രോബ്ലങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് വെളിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഈ ഒരു ലൈൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ലൈനിൽ അതായത് ചൈനയെ ഇൻഡയറക്റ്റ് ആയി അറ്റാക്ക് ചെയ്ത് അതായത് ചൈനയാണ് ഇവിടെ പ്രശ്നമെന്ന് ഇൻഡയറക്റ്റ് ആയി പറഞ്ഞത് ചൈനയ്ക്ക് അത്ര ഡൈജസ്റ്റ് ആയില്ല. ഇതിന് ഉള്ള ദേഷ്യം കൊണ്ട് തന്നെയാണ് അവർ ആദ്യമായിട്ട് ഈ ആർട്ടിക്കിൾ ജയശങ്കറുമായിട്ട് പറഞ്ഞത്. അതായത് ജയശങ്കറാണ് ഇന്ത്യൻ ഡിപ്ലോമസിക്ക് പ്രശ്നം, അതുപോലെ തന്നെ ഇന്ത്യയുടെ വെൽബീയിങ്ങിന് വേണ്ടിയല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ പേഴ്സണൽ എൻവി, ജലസ്, ഹേറ്റ് എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളും ആ ആർട്ടിക്കിൾ പ്രസന്റ് ആയിരുന്നു.
അപ്പോൾ ഇതെല്ലാം കാരണം അദ്ദേഹം ചൈനയുമായിട്ട് റിലേഷൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം US-ഉമായിട്ടുള്ള റിലേഷൻ പോകുന്നത്. അല്ലാണ്ട് അദ്ദേഹം ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി ഒന്നുമില്ല ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫ്യൂച്ചറിന് വേണ്ടിയും അദ്ദേഹം വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ കുറെ പ്രതിഷേധങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്രയധികം ഹാർഡായി അവർ റിപ്ലൈ ചെയ്തതിനെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് 2020 നടന്ന ആ ഒരു സംഭവമാണ്. അതായത് 2020 അതായത് ഇന്ത്യയുടെ ഗാൽവൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് അതായത് ചൈനീസ് സോൾജേഴ്സ് എല്ലാം തന്നെ ഇങ്ങോട്ട് ഒരു പെർമിഷൻ ഇല്ലാതെ ഇടിച്ചു കയറി വന്ന് അവിടെ പ്രശ്നമുണ്ടാകുകയും അങ്ങനെ 2 ആർമിക്കെതിരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കുകൾ നടന്ന് ഏകദേശം 20 ഇന്ത്യൻ സോൾജേഴ്സ് ആണ് മരണപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് അതായത് ചൈനീസിന്റെ അതായത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ ഇന്ത്യയിൽ പരമാവധി കുറയ്ക്കാൻ തുടങ്ങി. അതായത് കുറേയധികം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിൽ അതുവരെ ഇൻവെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത പല കമ്പനീസിന്റെയും സ്റ്റേക്ക് എല്ലാം തന്നെ 50% അധികം അതായത് 51% എങ്ങാനും മിനിമം ഇന്ത്യൻ സബ്സിഡറി ഉള്ള കമ്പനീസോ അല്ലെങ്കിൽ ഇന്ത്യൻ ജോയിന്റ് വെഞ്ചേഴ്സ് ഉള്ള കമ്പനീസോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ആ കമ്പനീസിന്റെ അടുത്തായിരിക്കും ബാക്കിയുള്ള ഷെയർ മാത്രമോ അല്ലെങ്കിൽ സ്റ്റേക്ക് മാത്രമോ ഈ ചൈനീസ് കമ്പനി ഓൺ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റിനെല്ലാം തന്നെ വലിയൊരു പ്രതിസന്ധി ഘട്ടമായി. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഏകദേശം അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് 200-ലും അധികം ചൈനീസ് ആപ്സുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്തു. അതിൽ പ്രധാനമായിട്ടുള്ള ആപ്സ് ആയിരുന്നു അതായത് UC ബ്രൗസർ, ടിക്ടോക്ക്, ഇതെല്ലാം തന്നെ എല്ലാവരും അറിഞ്ഞതാണ്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ചൈനയുടെ പല ആപ്സും ഇന്ത്യയിൽ ബാൻ ചെയ്തു. ഇപ്പോൾ റീസെന്റ് ആയി വന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അതായത് ഇനിയും 150ഓളം ആപ്സുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോവാണ് അതായത് ചൈനീസ് ആപ്സിന്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് ചൈനയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് ഇവിടെ ചൈന പറയുന്നതിന്റെ ലോജിക് എന്താണെന്ന് അറിയണം. അതായത് ഇന്ത്യൻ ആപ്സൊന്നും തന്നെ പോയി ചൈനയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ അമേരിക്കൻ ആപ്സായ യൂട്യൂബ് ഒക്കെ ചൈനയിൽ വർക്ക് ചെയ്യണമെങ്കിലും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഫോളോ ചെയ്യണം. പക്ഷെ ചൈനയുടെ ആപ്പ് ഇന്ത്യയിൽ വർക്ക് ചെയ്യണം, ഇന്ത്യയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അവർക്ക് ഫോളോ ചെയ്യാൻ പാടില്ല. ഇതാണ് അവരുടെ പ്രധാനമായിട്ടും കാര്യം. അതായത് ഞങ്ങളുടെ അടിമയായിട്ട് നിങ്ങൾ നിൽക്കണം എന്നുള്ളത് ഒരു സിമ്പിൾ ആയിട്ട് പറയുന്ന രീതിയിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്ത്യ ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടിക്ടോക്കിന്റെ എല്ലാം തന്നെ 50% മാർക്കറ്റ് ഇന്ത്യയിലായിരുന്നു, അത് മൊത്തം ഇല്ലാണ്ടായി. ഇതുകൊണ്ട് ടിക്ടോക്കിന്റെ എല്ലാം തന്നെ വലിയൊരു നഷ്ടമാണ് ഉണ്ടായതും. അതുപോലെ തന്നെ ബാൻ ചെയ്ത എല്ലാ ആപ്സും പല ആപ്സും അവരുടെ ഓഫീസ് തന്നെ പൂട്ടിപ്പോണ്ട് വന്നു. കാരണം അവരുടെ നമ്പർ 1 മാർക്കറ്റ് ഇന്ത്യയിലായിരുന്നു. ഇന്ത്യ ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പല ആപ്സും ഇല്ലാണ്ടായി. അതുപോലെ തന്നെ പുതിയതായിട്ട് പല ചൈനീസ് ആപ്സും ഇന്ത്യയിൽ കൊണ്ടുവരാനും അതുപോലെ തന്നെ അവരുടെ സെർവർ അവിടെ വെച്ച് വർക്ക് ചെയ്യാനും ഇന്ത്യൻ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. ഇതും ഒരു പ്രധാന പ്രശ്നമായി അവർ കാണുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അതായത് ചൈനയുടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ബാൻ ചെയ്ത ആപ്ലിക്കേഷനുകൾ തന്നെ വീണ്ടും ഇന്ത്യയിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ അതായത് ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യയിൽ കൊണ്ടുവരണം. അപ്പോൾ ഇതിനായിട്ട് ബയലേറ്റർ ടോക്സും അതുപോലെ തന്നെ ബയലേറ്റർ റിലേഷനും ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് ചൈനയുടെ ഏറ്റവും വലിയ ആവശ്യം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അതായത് ഇപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള അതായത് ടോക്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 30 ഘട്ടമായിട്ട് ഇങ്ങനെയുള്ള സംസാരം കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള ഇംപ്രൂവ്മെന്റും ഇല്ല. ഇതിന് പ്രധാനമായിട്ടും ശത്രുവായി നിൽക്കുന്നത് ഈ എസ് ജയശങ്കറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ജയശങ്കറിന്റെ പോളിസി എന്താണെന്ന് വെച്ചാൽ അതായത് ആദ്യം ബോർഡറിൽ ഒരു പീസ് ഉണ്ടാവണം, അത് കഴിഞ്ഞിട്ട് മതി അതായത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ ഈ ആപ്സ് എല്ലാം തന്നെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ബോർഡറുള്ള ഇഷ്യൂ തീർത്തു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ അധികം ടൈം വേണ്ട എന്നാണ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിനെ ചൈന റെഡിയല്ല. അതായത് ബോർഡർ ഇഷ്യൂ അവിടെ മാറ്റി വെക്കണം. അത് തന്നെയാണ് ചൈന പറഞ്ഞത്. അതായത് സെറ്റ് നെഗറ്റീവ് അസൈഡ് ആൻഡ് പുട്ട് പോസിറ്റീവ് ഫോർവേഡ്. അതായത് നെഗറ്റീവ്സ് എല്ലാം മാറ്റി വെക്ക്, പോസിറ്റീവ് മാത്രം ഫോക്കസ് ചെയ്യണമെന്ന്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിലും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇപ്പോൾ ചൈനയുടെ എയർഷിപ്പും അതുപോലെ തന്നെ ഷിപ്സ് എല്ലാം തന്നെ സ്പൈ ചെയ്യാൻ ശ്രീലങ്കയിലോട്ടും പാകിസ്ഥാനിലോട്ടും അയക്കും. അപ്പോൾ ഇതെല്ലാം നെഗറ്റീവ്സാണ്, ഇതൊക്കെ മാറ്റി നിർത്തണം. ഞങ്ങൾ അങ്ങോട്ട് എല്ലാ നെഗറ്റീവ്സും ചെയ്യും, തിരിച്ച് ഇങ്ങോട്ട് നെഗറ്റീവ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ചൈനയുടെ പോളിസി. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെന്റും അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്റ്റേണൽ മിനിസ്റ്ററായ ജയശങ്കറും തയ്യാറായിരുന്നില്ല. ഈ ഒരു 2 ദേഷ്യം കൊണ്ടാണ് അതായത് ഒന്ന് അവരുടെ ആപ്സ് ബാൻ ചെയ്തു, ഇൻവെസ്റ്റ്മെന്റുകൾ ബാൻ ചെയ്തു, അതുപോലെ തന്നെ അവർക്കുമായിട്ടുള്ള റിലേഷൻ ഇപ്പോൾ അതായത് ഈ കൂടുതലായിട്ടും ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ ഇന്ത്യയിലോട്ട് പോവുകയാണ്. അതായത് അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ ഇന്ത്യയിലോട്ട് വരിക. ഈ എല്ലാ ദേഷ്യങ്ങളും ചേർത്തുകൊണ്ടാണ് അവർ ഗ്ലോബൽ ടൈംസിൽ ഇങ്ങനെ ജയശങ്കറിനെതിരെയും ഇന്ത്യക്കെതിരെയും ഇത്രയും വലിയൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തത്. പബ്ലിഷ് ചെയ്ത് കുറച്ച് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള നെഗറ്റിവിറ്റി ചൈനയ്ക്ക് തന്നെ കിട്ടി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരതിനെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കാണില്ല. അതിന്റെ ഹെഡിങ് മാത്രം വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷെ അതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആർട്ടിക്കിൾ ലഭ്യമല്ല. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.